ഹോട്ട് ലൈവ് തുടരുന്നു. 7 വർഷം മുൻപ് അട്ടപ്പാടിയിൽ ആൾക്കൂട്ട വിചാരണയ്ക്കിരയായി കൊല്ലപ്പെട്ട മധുവിൻ്റെ ഓർമ്മകൾ മലയാളികളുടെ മനസാക്ഷി ഇപ്പോഴും വേട്ടയാടുന്നതാണ്. ആൾക്കൂട്ട വിചാരണയുടെ മറ്റൊരു ഇരയാണ് വാളയാറിലെ രാംനാരായൺ ഭയ്യാർ. മധു നേരിട്ട അതേ രീതിയിലുണ്ടായ ആക്രമണം, ഭക്ഷണം തേടിയെത്തിയവനെയും ജോലി തേടിയെത്തിയവരെയും ഒരുപോലെ കള്ളനെന്ന് വിളിച്ച് അടിച്ചുകൊല്ലുന്ന സമീപനം. പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട ആക്രമണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അട്ടപ്പള്ളം സ്വദേശികളായ അനു, പ്രസാദ്, മുരളി, അനന്തൻ, ബിബിൻ എന്നിവരാണ് പിടിയിലായത്. സംഭവത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെയാണ് കള്ളനാണെന്ന് ആരോപിച്ച് റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന രാംനാരായൺ ഭയ്യാറിനെ ആൾക്കൂട്ടം ക്രൂരമായി സംഘം ചേർന്ന് കൊലപ്പെടുത്തിയത്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ കേസിൽ 5 പേരെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ കൂടുതൽ പേർ ഉണ്ടാകുമോ? കൂടുതൽ പേരെ പോലീസ് പ്രതി ചേർക്കുമോ? കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? ഇന്നലെ മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ് മറ്റേ വാളയാർ അട്ടപ്പള്ളത്ത് വെച്ച് ഈ രാംനാരായൺ എന്നൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു ബന്ധു കൂടിയായ ആൾ കഞ്ചിക്കോട് കിൻസയിൽ ജോലി ചെയ്യുന്നുണ്ട്. അയാളോടൊപ്പം വന്ന് ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരാഴ്ച മുൻപാണ് രാംനാരായണൻ കേരളത്തിലേക്ക് എത്തുന്നതും. കേരളത്തിലേക്ക് എത്തിയിട്ട് ഇന്നലെ 2 ദിവസം മുമ്പാണ് രാംനാരായണൻ മറ്റേ കഞ്ചിക്കോട് എത്തുന്നത്. കഞ്ചിക്കോട് എത്തിയ ശേഷം ഈ കിൻഫ്രയുടെ പരിസരത്ത് നടന്നു പോകുമ്പോഴും കുറച്ചു നേരം അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ തൊഴിലുറപ്പ് ചെയ്യുന്ന സ്ത്രീകളാണ് ആദ്യം ഇയാളെ കണ്ടതും എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് വിചാരിച്ചിട്ട് സമീപത്തുള്ള ആളുകളെ വിളിച്ചു വരുത്തുകയും എന്താണെന്ന് കാര്യം അന്വേഷിക്കാൻ നോക്കുകയും ചെയ്തു. അപ്പോൾ ഇയാൾ പരസ്പരം വിരുദ്ധമായി കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഇയാൾ കള്ളനാണെന്ന് കരുതി നാട്ടുകാർ അയാളെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും സംഘം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തത്. അതിനുശേഷം സംഘം ചേർന്ന് മർദ്ദിച്ചതിന് ശേഷം അവിടെ അയാൾ ചോര ഛർദ്ദിച്ച് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ വന്നിട്ടാണ് അദ്ദേഹത്തെ എടുത്ത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ജില്ലാ ആശുപത്രിയിൽ എത്തിയ ശേഷം എത്തിച്ച ഡോക്ടറോടും ഇയാൾ പറയുന്നുണ്ടായിരുന്നു തനിക്ക് ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന്. അതിനുശേഷം അല്പസമയത്തിന് ശേഷമാണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അപ്പോൾ തന്നെ അവിടുത്തെ ആളുകളെ, ഈ പോലീസ് കൊണ്ടുവന്ന ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. 5 പേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അട്ടപ്പള്ള സ്വദേശികളായ അനു, പ്രസാദ്, മുരളി, അനന്തൻ, ബിബിൻ എന്നിവരെയാണ് ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആൾക്കൂട്ട മർദ്ദനത്തിൽ മരിച്ച ആളുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൂടുതൽ ആളുകളെ ഇതിൽ പ്രതി ചേർക്കണമോ, അല്ലെ കണ്ടാൽ അറിയുന്ന കൂടുതൽ ആളുകൾ ഇതിൽ പ്രതി ചേർക്കണമോ എന്നും വാളയാർ പോലീസ് അന്വേഷിച്ചിട്ട് വരുന്നുണ്ട്. അതായത് ആ സമയത്ത് ഈ ആൾക്കൂട്ട മർദ്ദനം നടക്കുന്ന സമയത്ത് അവിടെ എത്ര പേരുണ്ടായിരുന്നു? ഇത് നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർ മാത്രമാണോ പിടിയിലായത്? കേസിൽ ഈ സംഭവത്തിന് ശേഷം മറ്റുള്ളവർ, അതായത് ആ സ്ഥലത്തുണ്ടായിരുന്ന ചിലരൊക്കെ ഒളിവിൽ പോയിട്ടുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ടല്ലോ പ്രജിത്ത്. അവിടെ ഒരു 10ഓളം പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ മർദ്ദിച്ചവർ കുറച്ചു പേരിനെയാണ് ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവർ ഒളിവിൽ പോയിരിക്കുകയും അതുപോലെ തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസുകാരും കുറച്ച് നാട്ടുകാരും ഉണ്ടായിരുന്നു. ആ നാട്ടുകാരെയും ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞാൽ ഈ മർദ്ദിച്ചതിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. അവരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് 5 പേരെയാണ്. ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഇവരെ അറസ്റ്റ് ചെയ്യും എന്നാണ് വാളയാർ പോലീസ് പറയുന്നത്. വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് പാലക്കാട് വിവരങ്ങൾ.